കലിപ്പൻ സെക്കനും മൊഞ്ചത്തി പെണ്ണും. രചന റുക്സാന ഷഫീഖ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. റിജാദിന്റെ വാക്കുകൾ ഒരു ഇടുത്തി പോലെ ആബിദിന്റെ നെഞ്ചിൽ കൊണ്ടു. അവൻ ആകെ ഷോക്കായി അങ്ങനെ തന്നെ ഇരിപ്പായി. ഇക്ക, ഞാൻ പറഞ്ഞ കേട്ടില്ലേ? കുറച്ച് ദിവസമായി ഇക്കയോട് പറയണമെന്ന് വിചാരിച്ച് നടക്കുന്നു. അവനും തട്ടിയപ്പോഴാണ് ആബിദിന് സ്വബോധം വന്നത്. നീ എന്താ പറഞ്ഞ്? എന്നിട്ട് നിന്റെ ഇഷ്ടം അവളോട് പറഞ്ഞോ? ഇല്ലീക്ക, അതിനുള്ള ചാൻസ് വന്നില്ല. ഏതായാലും അവൾക്ക് തന്നെ ഇഷ്ടാവുന്ന തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. ആബിദിന് അവനോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവന്റെ നെഞ്ചിരിപ്പ് ക്രമാതീതമായി ഉയർന്നു വന്നു. നീ ഇപ്പൊ ചെല്ലു റിജാദ്, നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്ക് കുറച്ച് കോൾ ചെയ്യാനുണ്ട്. ഉള്ളിലെ സങ്കടം മറച്ചു വെച്ചുകൊണ്ട് ആബിദ് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ ആബിദ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ദേഷ്യം കൊണ്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വൈസ് എറിഞ്ഞുടച്ചു. തനിക്ക് വിലപ്പെട്ട് നഷ്ടമാവാൻ പോകുന്ന പോലെ അവിടെ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോവാൻ നോക്കുമ്പോൾ അവൻ അറിയാതെ തന്നെ അവന്റെ കാലുകൾ അവിടെ നിശ്ചലമായി നിന്നു. അവളുടെ സാമീപ്യം ഉള്ളതുപോലെ നിറഞ്ഞ കണ്ണുകൾ രണ്ടും അടച്ചു പിടിച്ച് അവൻ ഒന്നുകൂടി തിരിഞ്ഞു നിന്നു. പതിയെ കണ്ണുകൾ തുറന്നു. കൈകൾ നെഞ്ചിൽ പിണച്ചു വെച്ച് തെളിഞ്ഞ ആകാശത്തെ, ഭൂമിയിൽ നിലാവിൽ മൂടിക്കൊണ്ടിരിക്കുന്ന പൂർണ്ണചന്ദ്രനെ ഇമവെട്ടാതെ നോക്കി നിൽക്കുന്നു അവൾ, അഹാന. തണുപ്പുള്ള ഇളം കാറ്റിൽ അഴിച്ചിട്ട് അവളുടെ മുടികൾ അലസമായി പറക്കുന്നു. അവന് തന്നെ കണ്ണുകൾ അവളുടെ മേലിൽ നിന്നെടുക്കാൻ തോന്നിയില്ല. അവളുടെ ബാൽക്കണിയിലെ ഡിം ലൈറ്റിലും നിലാവിൻ്റെ വെളിച്ചത്തിലും അവളുടെ സൗന്ദര്യം ഒത്തിരി കൂടുന്ന പോലെ അവന് തോന്നി. ആബിദിന് തോന്നിയതുപോലെ അവൾക്കും അവൻ്റെ സാമീപ്യം അറിയാൻ പറ്റി. പതിയെ കണ്ണുകൾ ഒരു ഭാഗത്തേക്ക് നീക്കി അത് ആബിദിൻ്റെ ബാൽക്കണിയിൽ ഉടക്കി നിന്നു. രണ്ടുപേരും പരസ്പരം കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അവളുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനീർ അവനും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് അവളും അറിഞ്ഞില്ല. ആബിദ് ബാൽക്കണിയിൽ നിന്നും തൻ്റെ റൂമിലേക്ക് പോയി. അവൻ്റെ മനസ്സ് മുഴുവൻ റിജാദ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഇനി അവൾക്കും അവന് ഇഷ്ടമാണോ? അങ്ങനെ വന്നാൽ താൻ? ഇല്ല, അവൻ്റെ ഇഷ്ടമാണ് തനിക്ക് വലുത്. ഞാനായിട്ട് അവൾക്ക് തടസ്സമായി നിൽക്കില്ല. പിറ്റേന്നായിരുന്നു അഹാനയുടെ കോളേജിലെ പുതിയ ബ്ലോക്കിൻ്റെ ഇനോഗ്രേഷൻ ഫംഗ്ഷൻ. ആബിദിൻ്റെ കമ്പനി നടത്തുന്ന സ്കോളർഷിപ്പ് എക്സാം റിസൾട്ടും ഇന്നാണ് വരുന്നത്. കോളേജിൽ കുറച്ച് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. സോ എല്ലാവരും ഇന്ന് ഡ്രസ് കോഡാണ്. ഗേൾസിന് പർപ്പിൾ കളർ പ്ലെയിൻ സാരി, അതിൽ ബ്ലാക്ക് വെൽവെറ്റ് കൊണ്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. കൂടെ ബ്ലാക്ക് വെൽവെറ്റ് ബ്ലൗസും. ബോയ്സിന് പർപ്പിൾ ഷർട്ടും വൈറ്റിൽ പർപ്പിൾ ബോർഡർ കൊടുത്ത മുണ്ടും. ഫംഗ്ഷന്റെ ചീഫ് ഗസ്റ്റ് വേറെ ആരുമില്ല, ആബി തന്നെയാണ്. 11 മണിക്കാണ് ഇനോഗ്രേഷൻ. ഞങ്ങൾ 8:30 ആകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട പ്ലാനിലായിരുന്നു. ഞാൻ നേരത്തെ ഡ്രസ്സൊക്കെ ചെയ്ത് ഗോൾഡൻ മെൻഷനിലേക്ക് പോയി. സാരിയൊക്കെ എടുത്തിട്ട് ഒരുമാതിരി താറാവ് നടക്കുന്ന പോലെയുണ്ട്. ഇതൊന്നും നമുക്ക് ശീലമല്ലല്ലോ. ഉമ്മിയുടെ മോളിന്ന് സുന്ദരി ആയിരുന്നല്ലോ, മോൾക്ക് കണ്ണ് തട്ടാതിരിക്കട്ടെ. ഉമ്മി അതും പറഞ്ഞ് എൻ്റെ കഴുത്തിലേക്ക് അവരുടെ കണ്ണിൽ നിന്നും ഇച്ചിരി കൺമിഷ എടുത്ത് തൊട്ട് തന്നു. നമ്മൾ ഓൾറെഡി സുന്ദരിയല്ലേ ഉമ്മി? ഞാൻ മുകളിലേക്ക് കയറാൻ പോകുമ്പോഴാണ് ഒരു വശത്ത് നിന്നും 2 കണ്ണുകൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടത്. റിജാദിക്ക. മൂപ്പര് ഒരേ നോട്ട് നോക്കുന്ന കണ്ട് ഞാൻ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. അടിപൊളിയായിട്ടുണ്ടെന്ന് കൈപൊക്കി കാണിച്ചു. എന്നിട്ട് നെഞ്ചിൽ കൈവച്ച് പുറകോട്ട് വീഴുന്ന പോലെ ഒരു ആക്ഷനും. ഞാൻ നല്ല അസ്ഥിൽ ചിരി പാസ്സാക്കി മുകളിലേക്ക് പോയി. സ്റ്റെയർ കയറാനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. നല്ല മൊഞ്ചായിട്ട് സാരിയൊക്കെ എടുത്തിട്ട് നടത്തം കണ്ടാൽ ആരും വെള്ളം കുടിക്കൂല. ഇന്ന് മുഴുവൻ ഈ പെങ്കിൻ നടക്കുന്ന പോലെ നടക്കേണ്ട ഓർത്തപ്പോൾ തന്നെ വട്ടുപിടിക്കുന്നു. പതിയെ നടന്നു പോവുകയായിരുന്ന ഞാൻ പെട്ടെന്ന് ആബികയുടെ റൂമിന് മുമ്പിലെത്തിയതും ആബിക എയർപോർട്ടിൽ സംസാരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയതും ഒരുമിച്ചായിരുന്നു. പ്രതീക്ഷിക്കാതെ ഇക്ക വന്ന് കൂട്ടിയിടിച്ചപ്പോൾ ബാലൻസ് തെറ്റി ഞാൻ പുറകോട്ട് വീഴാൻ പോയി. ഇക്ക എന്നെ താങ്ങിയിരുന്നു. പക്ഷേ വീഴുന്ന ഫോഴ്സിൽ ഞാൻ ഇക്കയുടെ ഷർട്ട് നല്ല ശക്തിയായി മുന്നോട്ട് പിടിച്ചു വലിച്ചിരുന്നു. അവിടുന്ന് സ്ലിപ്പായി ഇക്കയും ഞാനും കൂടെ ദേ കിടക്കും നിലത്ത്. കണ്ണു തുറന്നു നോക്കുമ്പോൾ ആബിക്ക് എൻ്റെ മേലെയാണുള്ളത്. ഒരു നിമിഷം ഞങ്ങൾ പരസ്പരം പരിസരം മറന്ന് അവിടെ തന്നെ കിടന്നുപോയി. ഷോൾഡറിൽ കുത്തിയ സാരിയുടെ സേഫ്റ്റി പിൻ അഴിഞ്ഞ് എൻ്റെ ദേഹത്ത് അറച്ചപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. ഞാൻ വേദന കൊണ്ട് മുഖം ചുളിച്ചു. മൂപ്പർക്ക് കാര്യം പിടികിട്ടി. പെട്ടെന്ന് ആബിക എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ശേഷം നിലത്തെടുക്കുന്ന എൻ്റെ നേർക്ക് ഇക്ക കൈ നീട്ടി. ഒരു കൈ കൊണ്ട് സാരിയുടെ ഷോൾഡർ പിടിച്ച് മറ്റേ കൈ ഇക്കയുടെ നേരെ നീട്ടി. അഹാന, അറിയോ ഓക്കെ? അതിന് ഉത്തരം പറയാൻ നിൽക്കാതെ ഞാൻ അഴിഞ്ഞുപോയ പിന്നെ തിരിഞ്ഞു നിന്ന് ടിക്ക് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. ടെൻഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു പണ്ടാരം ടിക്ക് ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ ഉള്ളിലേക്ക് വരുന്നില്ല. അവൾ വെപ്രാളത്തിൽ പിൻ ചെയ്യുന്ന കണ്ട് ആബിദ് പതിയെ അവൻ്റെ മുഖം തിരിച്ചു വെച്ചിരുന്നു. പക്ഷേ അവളിൽ നിന്ന് പരിങ്ങുന്ന ശബ്ദം കേട്ട് അവൻ മേലെ തിരിഞ്ഞു നോക്കി. പെട്ടെന്നാണ് അതവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നേരത്തെ വീണപ്പോൾ അവളുടെ ഷോൾഡറിൽ പിന്നെ തറച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. അവളാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. തിരിഞ്ഞിന്ന് പിൻ ചെയ്യുന്ന തിരക്കിലാണ്. അവളുടെ ഷോൾഡറിൽ നിന്ന് വിയർപ്പുകൾ പൊടിയുന്നുണ്ടായിരുന്നു. ആ ശരീരത്തിലെ ഒരു മുറിവ് പോലും അവന് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. സോ ബ്ലഡ് വരുന്ന കണ്ടപ്പോൾ അവന് സഹിക്കാൻ പറ്റില്ല. അവൻ പിറകിൽ നിന്നും അവളുടെ കൈ പതിയെ പിടിച്ചു. കാര്യം മനസ്സിലാവാതെ അവൾ തിരിഞ്ഞു നോക്കിയതും ആബിദ് അവളെയും കൂട്ടി അവൻ്റെ റൂമിൽ കയറി.
ആബിദിന്റെ ഈ പ്രവൃത്തിയിൽ അവളാകെ ഷോക്കായി നിൽക്കുകയാണ്. എങ്കിലും ആ ഷോൾഡറിലെ സാരിയിലെ പിടി അവൾ വിട്ടില്ല. വിട്ടാ പിന്നെ എല്ലാം തീർന്നു. റൂമിലെ AC-യുടെ തണുപ്പിലും അവൾ നിന്ന് വിയർക്കാൻ തുടങ്ങി. കൈയും കാലും ആകെ നിന്ന് വിറക്കുകയാണ്. റബ്ബേ, ഇങ്ങേരിത് എന്തിനുള്ള പുറപ്പാടാ? അവന്റെ പിടിയൽപ്പ് അയഞ്ഞപ്പോൾ അവൾ അവിടുന്ന് പോവാൻ നോക്കി. പക്ഷേ അപ്പോഴേക്ക് ആബിദ് വീണ്ടും അവളെ പിടിച്ച് അവിടെയുള്ള ഒരു മിററിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. ആബിദായതുകൊണ്ട് അവൻ ചെയ്യുന്നതിന് സമാനമായി അവളുടെ കൈകാലുകൾ പ്രവർത്തിച്ചു. എതിരൊന്നും പറയാതെ, അവള് പോലും അറിയാതെ. എങ്കിലും ഒരു സംശയത്തോടെ കണ്ണാടിയിൽ കൂടി തന്റെ പിറകിൽ നിൽക്കുന്ന അവനെ അവൾ നോക്കി. അവൻ അവളുടെ മുഖത്ത് നോക്കുന്ന പോലുമില്ല. അത് അവളിൽ കുറച്ചെങ്കിലും ആശ്വാസം നൽകി. പെട്ടെന്ന് തന്നെ ആബിദ് തന്റെ വാൻഡ്രോബിൽ നിന്നും ഫസ്റ്റ് എയ്ഡ് എടുത്തു. അതിൽ നിന്നൊരു കഷ്ണം പഞ്ഞിയും ബാൻഡേജും എടുത്ത് അവളുടെ നേരെ നടന്നു. കണ്ണാടിയിലൂടെ ആകെ സ്റ്റെക്കായി നിന്ന് അഹാന എല്ലാം കാണുന്നുണ്ടായിരുന്നു. ആബിദ് പുറകിൽ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്ന കണ്ട് അവളുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. അവൾ ആകെ നിന്ന് കിതക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ തന്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴേക്കും അവൾ തന്റെ 2 കണ്ണുകളും കൂട്ടിയടച്ചു. ഏതാണ്ട് ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ആബിദും. സാരിയും കൂട്ടുപിടിച്ച് ഷോൾഡറിൽ വെച്ച് അവളുടെ കൈ പതി അവനൊരു സൈഡിലേക്ക് മാറ്റി. ഒരു ഞെട്ടിലൂടെ അവൾ തന്റെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. ഇല്ല, സാരി ഷോൾഡർ തന്നെയുണ്ട്. അവൾ മനസ്സിൽ സമാധാനിച്ചു. ആബിദ് അവൻ്റെ ഒരു കൈ കൊണ്ട് അവളുടെ സാരിയും ബ്ലൗസും കൂട്ടുപിടിച്ച് പതിയെ നീക്കി. ആ ബ്ലഡ് വരുന്ന സ്ഥലത്ത് മറ്റേ കൈ കൊണ്ട് പതിയെ പഞ്ഞി വെച്ചു. അവൾ വേദന കൊണ്ട് ഒന്ന് ഞെട്ടി കണ്ണുകൾ അടച്ചു. 2 പേരും ഒരുപോലെ നിന്ന് വിയർക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ അടച്ചേൽക്കുന്ന അവളെ അവനൊന്ന് കണ്ണാടിയിലൂടെ നോക്കി. അവന്റെ ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കാൻ തുടങ്ങി. സാരിയിൽ അവൾ അതിസുന്ദരിയായിരുന്നു. ഒരു നിമിഷം അവൻ അവളിൽ നിന്ന് കണ്ണുകൾ എടുക്കാനേ തോന്നിയില്ല. പക്ഷേ തന്റെ സകലമാനം നുരഞ്ഞു പൊന്തിയ വികാരങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് അവിടെ വെച്ച് ബാൻഡേജ് എടുത്ത് അവളുടെ ഷോൾഡറിൽ ഒട്ടിച്ചു. അവൾ പതിയെ തന്റെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. അവനിപ്പോഴും അവളുടെ സാരിയിലെ പിടിവിട്ടിട്ടില്ല. എന്തോ ഓർത്ത പോലെ അവൾ അവിടുന്ന് പോവാനൊരുങ്ങി. പക്ഷേ അവൻ ഷോൾഡറിലെ പിടിവിട്ടാലല്ലേ തനിക്ക് പോവാൻ പറ്റുള്ളൂ. ഞാൻ കണ്ണാടിയിലൂടെ അവനെ നോക്കി വിടിയെന്ന് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചു. പക്ഷേ അവൻ ചെയ്ത മറ്റൊന്നായിരുന്നു. എൻ്റെ കയ്യിൽ കിടന്ന സേഫ്റ്റി പിൻ വാങ്ങി ആബിക തന്നെ എൻ്റെ സാരി ടിക്ക് ചെയ്ത് തന്നു. ഞാനാകെ അന്തം വിട്ടുപോയി. ആബിക കൈയെടുത്തും അവിടെ നിന്നൊരു ഓട്ടമായിരുന്നു. സാരി ഉടുത്ത് മര്യാദക്ക് നടക്കാൻ പോലും പറ്റാത്ത ഞാൻ എങ്ങനെയാ ഓടിയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പുറത്തെത്തിയിട്ടും ആ സംഭവത്തിൻ്റെ ഹാങ് ഓവർ ഇനിയും മാറിയിട്ടില്ല. ആബിക ഇങ്ങനെയൊക്കെ തന്നോട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടുന്ന് ഓടിപ്പോൻ മനസ്സ് പലതവണ പറഞ്ഞിരുന്നു. പക്ഷെ അതിനനുസരിച്ച് കാറുകൾ പ്രവർത്തിച്ചില്ല. എന്താ ഇങ്ങനെ? പലതും ആലോചിച്ചുകൊണ്ട് ഞാൻ മാജിയുടെ റൂമിലെത്തിയത് പോലും അറിഞ്ഞില്ല. ആഹാ, നീ സാരിയിൽ നല്ല ഗ്ലാമറായിനല്ലോ. മാജി പറഞ്ഞിട്ടും ഞാനതൊന്നും കേട്ടില്ല. ആബികയുടെ ലോകത്തായിരുന്നു അപ്പോഴും. ആ കാര്യങ്ങൾ ഒന്നുകൂടി അവൾ ഓർത്തെടുത്തപ്പോൾ എന്തോ അവളുടെ മുഖമാകെ നാണത്താൽ ചുവന്നു തുടുത്തു. ഛേ, ആകെ നാണക്കേടായി. അയ്യേ, അവൾ പറഞ്ഞത് ഇത്തിരി ഉച്ചത്തിലായി പോയി. ആര് നാണം കെട്ടുന്നാ? ഏയ് ഒന്നുമില്ല, വെറുതെ പറഞ്ഞ. അല്ലടി, നീ ഇനിയും ഒരുങ്ങിയില്ലേ? അവൾ വിഷയം മാറ്റാനായി ചോദിച്ചു. ആ കഴിഞ്ഞു. ഇനി ഈ കുന്ത്രാണ്ടിട്ട് എങ്ങനെയാ ബസ്സിൽ പോവാ? ഒരു കാര്യം ചെയ്യാം, നമുക്കിന്നൊരു ഓട്ടോ പിടിച്ച് പോയാലോ? ആടി, അതാ നല്ലത്. അല്ല മോളെ, സാരിയിട്ട് നല്ല ഗ്ലാമറായിന്. ഇന്ന് കോളേജ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ആ ഫയാസ് ഉറപ്പായിട്ട് ഉണ്ടാവും. നിനക്കിന്ന് മിക്കവാറും 8ന്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അവൻ എന്തേലും പറഞ്ഞ് വരട്ടെ, സാരി മടക്കി ഒരു ചവിട്ട് കൊടുക്കും. അല്ല പിന്നെ. അവർ 2 പേരും കോളേജിലെത്തി. അവിടെ ഫാസില അവരെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. ഈ മാജി, നിന്റെ ഇക്ക എങ്ങനെയാ മോളെ ഈ കണ്ട പെൺപിള്ളേരൊക്കെ മനസ്സിൽ കയറി കൂടിയത്? ഒന്നും നിലത്തൊന്നല്ല നിൽക്കുന്നത്. ആബിദ് വരുന്നതിന്റെ സന്തോഷത്തിൽ എന്താ വേണ്ടത് തിരിയാത്ത അവസ്ഥയാ. കോളേജിലെ ഫ്രണ്ടിൽ ആബികയുടെ ഒരു വലിയ ഫ്ലക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് പോയി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എല്ലാവരും ഒരുപോലെ കോടിയിട്ടിട്ട്. ആൺപിള്ളേരൊട്ടും മോശമല്ല. പരിപാടിയുടെ തിരക്കിനിടയിലും ഇക്കയെ കാണാൻ എൻ്റെ മനസ്സ് വല്ലാതെ തുടിക്കുന്നുണ്ടായിരുന്നു. ഫൈനലി ആബികയുടെ ലെക്സസ് ക്യാമ്പസിനുള്ളിൽ എത്തി. പിന്നെ എല്ലാ പിള്ളേരും അങ്ങോട്ട് ലക്ഷ്യം വെച്ചൊരു ഓട്ടമായിരുന്നു. ഞങ്ങളും പോയി. കാർ പാർക്ക് ചെയ്ത് അതിൽ നിറങ്ങുന്ന മുതലിനെ കാണാൻ വേണ്ടി പെൺപിള്ളേരൊക്കെ ശ്വാസം അടക്കി നിൽപ്പാണ്. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ആബിക കാല് പുറത്തെടുത്ത് വെച്ചോ. പിന്നെ അവിടെ ഒരു ആരവമായിരുന്നു. കൂക്കിവിളിയും കയ്യടിയും ഒന്നും പറയണ്ട. പ്ലെയിൻ പ്യൂർ ബ്ലാക്ക് ഷർട്ട് ആൻഡ് ജീൻസ് ആയിരുന്നു ഇക്കയുടെ വേഷം. റൈബൻ ഗ്ലാസ് ഇട്ടിരുന്നു. നല്ല ലുക്കായിട്ടുള്ള എൻട്രിൽ തന്നെ പെൺപിള്ളേരുടെയൊക്കെ കിളികൾ പല വഴിക്ക് പറന്നു കാണും. എന്ത് ഗ്ലാമറാടി പുള്ളി! ബ്ലാക്ക് ഷർട്ടിൽ ഒട്ടുക്കത്തെ ലുക്കാണല്ലോടി. ഇവനൊക്കെ കെട്ടുന്ന പെണ്ണ് എന്ത് പുണ്യാണോ ചെയ്തിട്ടുള്ളത്. ഹോ, മേലാസകലം കോരി ധരിച്ചിട്ട് വയ്യ. ഞങ്ങളുടെ പിറകിൽ നിന്നും ഒരു പെൺപടയിൽ നിന്നാണ് അത് കേട്ടത്. സത്യത്തിൽ എനിക്ക് ചിരി വന്നു. പക്ഷേ ആബിക ഈ വേഷത്തിൽ കണ്ടിട്ട് ഞാനും എക്സൈറ്റഡ് ആയിട്ടാണ് ഉള്ളത്. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് നീങ്ങി. അല്ലെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ വല്ല സ്പീച്ച് മറ്റുണ്ടെങ്കിൽ ഓഡിറ്റോറിയത്തിൽ പിള്ളേരുടെ പൊടി പോലും കാണത്തില്ല. എല്ലാം കോളേജിന്റെ ഏതെങ്കിലും മൂലക്ക് പോയി ഇരിപ്പുണ്ടാവും. ഇപ്പൊ നോക്കിയേ, ഓഡിറ്റോറിയം ഫുള്ള് നിറഞ്ഞു കിടക്കുന്നു. ക്യാമ്പസ് ആകെ ഒഴിഞ്ഞും കിടക്കുന്നു.
ഞങ്ങൾ 3 പേരും കൂടി ഓഡിറ്റോറിയത്തിൽ കയറാൻ പോകുമ്പോഴാണ് എന്നെ നമ്മുടെ ക്ലാസ്സിൽ ആതിരവെന്ന് വിളിച്ചത്. ഈ അഹാന, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എൻ്റെ സാരിയൊക്കെ ഒരു വിശപ്പിശക്കായതുപോലെ, നീ ഒന്ന് ഇത് കറക്റ്റ് ചെയ്ത് തരൂ. ഓ, അതിനെന്താ മതി, നീ വാ, നമുക്ക് ഏതൊരു ഒഴിഞ്ഞ ക്ലാസ് മുറി പോയി റെഡിയാക്കാം. ഞാൻ മാജിയോടും ഫാസിയോടും ഓഡിറ്റോറിയത്തിൽ കയറി നോളാൻ പറഞ്ഞു. എന്നിട്ട് ആദിയുടെ കൂടെ പോയി. അപ്പോഴേക്കും സ്റ്റേജിലെ പരിപാടികളൊക്കെ തുടങ്ങിയിരുന്നു. അടുത്തത് ആബിക്കയുടെ സ്പീച്ച് ആയതിനാൽ ഞാനും ആദ്യം പെട്ടെന്ന് തന്നെയൊക്കെ റെഡിയാക്കി ഓഡിറ്റോറിയം ലക്ഷ്യമാക്കി നീങ്ങി. ഇതേ സമയം സ്റ്റേജിലിരിക്കുന്ന ആബിദിന്റെ കണ്ണുകൾ അലസമായി അഹാനയെ തേടിക്കൊണ്ടേയിരുന്നു. മാജിയുടെയും ഫാസിയുടെയും കൂടെ അവളെ കാണാഞ്ഞ് അവന്റെ മനസ്സിൽ വല്ലാത്ത നിരാശയും ആദിയും ഉണ്ടാക്കി. അവർ രണ്ടുപേരും ഓഡിറ്റോറിയത്തിനടുത്തെത്തിയതും മുന്നിലൊരു തടസ്സം പോലെ ഒരാൾ വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു. അയാളെ കണ്ട് ഒരു നിമിഷം അഹാന ആകെ പരിഭ്രമിക്കാൻ തുടങ്ങി. അവൾ ആദിയുടെ കൈ പിടിച്ച് മൈൻഡ് ചെയ്യാതെ ഓഡിറ്റോറിയത്തിൽ കയറാൻ നോക്കിയതും പിന്നിൽ നിന്നും അവനവളുടെ കൈ ബലമായി പിടിച്ചു. അവൻ ആദിയോട് കണ്ണുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. അവൾ ആദ്യം അത് കേട്ടില്ല. എൻ്റെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ നിന്നു. അവളോട് ഞാൻ പോകരുതെന്ന് പറഞ്ഞ് അവളുടെ കൈ മുറുകെ പിടിച്ചു. പക്ഷേ ഫയാസ്, അവൻ കോളേജിലെ വലിയ പുള്ളിയായതുകൊണ്ട് ഒരു നോട്ടം മതി, പിള്ളേരൊക്കെ പേടിച്ചോടും. അതുപോലെ തന്നെ അവൻ ആദിയൊന്ന് തുറിച്ചു നോക്കി. അവൾ പിന്നെ ഒരു നിമിഷം അവിടെ നിന്നില്ല. എൻ്റെ നിസ്സഹായാവസ്ഥയിൽ നോക്കിക്കൊണ്ട് ലവള് പോയി. ഓഡിറ്റോറിയത്തിൽ കുറേ ആൾക്കാരുണ്ടെങ്കിലും ആരും പുറത്ത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഞാനാണെങ്കിൽ ആകെ പേടിച്ച് പണ്ടാരടങ്ങി നിൽപ്പാണ്. രാവിലെ മുതൽ ഞാൻ നിന്നെയും തപ്പി നടപ്പാ. എവിടെയായിരുന്നു മോള്? ഫയസ് പ്ലീസ്, കയ്യിന്ന് വിട്, വേദനിക്കുന്നു, എനിക്ക് പോണം. ആ, നിനക്കെന്താ ഇത്ര തിരക്ക്? അവിടെ നിൽക്ക്, എൻ്റെ സുന്ദരിക്കുട്ടിയെ ഞാൻ നല്ലോണം കാണട്ടെ. നമ്മളെ ആരും ശ്രദ്ധിക്കാൻ പോകണമെന്നില്ല. കുറേ ദിവസമായിട്ട് നിന്നെ ഒന്ന് ഒറ്റക്കിട്ടാൻ കാത്തിരിക്കുക. ഇന്ന് ഏതായാലും അതിന് പറ്റിയ അവസരമാണോ? ഞാൻ പോവാനായി കൈവിടാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അവൻ പിടിത്തം വല്ലാൻ മുറുക്കുന്നു. ഇങ്ങനെ ചൂടാവാതെ മോളെ, സാരിയൊക്കെ എടുത്തിട്ട് നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ. നിന്നെ ഞാനല്ലാതെ വേറെ ആരാ നോക്കേണ്ടത്? അവിടെ നിൽക്ക്, ഒന്ന് നോക്കട്ടെ ഞാൻ. അവനൊരുമാതിരി വൃത്തിയായിട്ട നോട്ടം നോക്കാൻ തുടങ്ങി. എൻ്റെ അടിമുടി ആ കഴുകക്കണ്ണൽ കൊണ്ട് വീക്ഷിക്കുന്നുണ്ടപ്പോൾ എനിക്ക് അറപ്പും വെറുപ്പും തോന്നി. ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ. ഞാൻ രക്ഷക്കായി ചുറ്റിനെ നോക്കി. ഇല്ല, ആരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇനി ശ്രദ്ധിച്ചാലും ആരും മൈൻഡ് ചെയ്യില്ല. എല്ലാവർക്കും ഇവനെ അത്ര പേടിയാണല്ലോ. പ്രതീക്ഷിക്കാതെ അവൻ എന്നെ അവനിലേക്ക് പിടിച്ചടുപ്പിച്ചു. ഞാനാകെ വിറക്കാൻ തുടങ്ങി. ഉള്ള ധൈര്യമൊക്കെ ചോർന്നു പോകുന്ന പോലെ, എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചു. പക്ഷേ നിരാശയായിരുന്നു ഫലം. എൻ്റെ ഉൾവിളി കേട്ടുന്ന പോലെയാണ് ദൈവദൂതന്മാരെ പോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സിലെ HODയും ഞങ്ങളുടെ അക്കൗണ്ടൻസ് സാറും അതുവഴി വന്നത്. അവരെ കണ്ടുടനെ അവനെന്നെ സ്വതന്ത്രയാക്കി. എന്തോ ശ്വാസം തിരിച്ചു കിട്ടിയ പോലെ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഓഡിറ്റോറിയത്തിലേക്ക് ഒറ്റ ഓട്ടായിരുന്നു. ഡി, നീ എവിടെ പോയതാ? എത്ര ടൈമായി? മാജിയനോട് ചോദിക്കുമ്പോഴേക്കും ആതിര അവിടെ വന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞു. സോറി അഹാന, അവന് ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാണ്. ദേഷ്യം വന്ന വെറും വൃത്തിയുടെ സ്വഭാവം അവൻ്റെ. അതാ ഞാൻ. അതൊന്നും കുഴപ്പമില്ല, അവൻ അവിടെയുള്ള എല്ലാവർക്കും പേടിയാണ്. കറക്റ്റ് സമയത്ത് ആ സാർമാരും ഒന്നുകൊണ്ട് രക്ഷപ്പെട്ടതാ. അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തു അഹാന? മാജിയും ഫാസിയും ഒരുപോലെ എൻ്റെ നേർക്ക് തിരിഞ്ഞ് ചോദിച്ചു. നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാടി, അവനിത് കുറേ ആയില്ല ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാനും പലതവണ അതിനെപ്പറ്റി ആലോചിച്ചാണ്. പക്ഷേ മാജി, അവനന്ന് പറയുന്നത് നീ കേട്ടല്ലേ? പ്രിൻസിപ്പാളിന് പോലും അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് പിടിപാട് അവൻ്റെ ഉപ്പാക്കുണ്ടെന്ന്. പിന്നെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല. ഞങ്ങൾ പലതും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിൻസിപ്പാൾ സ്റ്റേജിൽ നിന്ന് ആബിക്കയെ വെൽക്കം ചെയ്യുന്ന കേട്ടത്. സത്യത്തിൽ ഇക്ക സ്റ്റേജിലുള്ള കാര്യം പോലും മറന്നുപോയി. എൻ്റെ കണ്ണുകൾ സ്റ്റേജിലേക്ക് പതിഞ്ഞപ്പോൾ ഞാൻ കണ്ട കാഴ്ച, എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആബിക്ക. മൈക്കിന് മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും നോട്ടം മുഴുവൻ എൻ്റെ മേലെയാണ്. അതൊരു സാധാരണ നോട്ടമല്ലെന്ന് എനിക്ക് മനസ്സിലായി. കോപം കൊണ്ട് മൂടിയിരിക്കുന്ന ആ നോട്ടം ഏൽക്കാനുള്ള ശേഷി തനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ആബികയിൽ നിന്നും എൻ്റെ കണ്ണുകൾ പതിയെ എടുത്തു നീക്കി. റബ്ബേ, ഞാനും ഫയാസും പുറത്തു നിന്നൊക്കെ ഇങ്ങേരി കണ്ടിട്ടുണ്ടാവുമോ? അതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ നോക്കി ദഹിപ്പിക്കുന്നത്? മനസ്സിൽ പല ചോദ്യങ്ങൾ കടന്നു വരുമ്പോഴേക്കും ആബികയുടെ സ്പീച്ച് കഴിഞ്ഞിരുന്നു. ആ മുഖത്ത് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട പ്രസരിപ്പൊക്കെ പോയിരുന്നു. ആകെ ഡെസ്പായതുപോലെ. മൂപ്പര് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകാനൊരുങ്ങി. അതിനിടയ്ക്ക് പിള്ളേരൊക്കെ സെൽഫി എടുക്കലും മറ്റുമായി കുറച്ച് സമയം ഇക്കയെ അവിടെ തന്നെ പിടിച്ചിരുത്തി. ഇക്കയുടെ കാർ ക്യാമ്പസിന് പുറത്തു പോകുന്നവരെ ഞങ്ങൾ നോക്കിയിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞാൽ കോളേജിൽ ഓൾമോസ്റ്റ് എല്ലാ പെൺപിള്ളേരും. പെട്ടെന്നാണ് മാജിക്ക് ഒരു കോൾ വന്ന്. കോള് കട്ട് ചെയ്ത ശേഷം അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അഹാന, ആബിക്കയെ വിളിച്ച്. നമ്മൾ രണ്ടുപേരോടും ഇക്കയുടെ കൂടെ വീട്ടിലേക്ക് പോകാൻ പറയാനാണ് വിളിച്ചത്. ഇക്ക പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇത്ര പെട്ടെന്നോ? ഡി, അതിന് പരിപാടി കഴിഞ്ഞില്ലല്ലോ, ഇനിയും പ്രോഗ്രാം ഇല്ലേ? പിന്നെന്തിനാ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകാൻ പറയുന്നത്? അറിയത്തില്ല, നീ വാ. ഇക്ക വല്ലാണ്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് അങ്ങോട്ടേക്ക് വല്ലതും ചോദിക്കുന്നതിന് മുമ്പേ ഫോൺ കട്ട് ചെയ്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.